الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أيحسب الإنسان أن يترك سدى റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ഈ ലോകത്തെല്ലാം സാധ്യമാകുന്ന സൗകര്യങ്ങളും വീടും വാഹനവും സന്താനങ്ങളുമെല്ലാം നമുക്കുണ്ടാകലാണോ? തീർച്ചയായും അതാകുമായിരുന്നു മരണമില്ലെങ്കിൽ, മരണാനന്തര ജീവിതമില്ലെങ്കിൽ. ഇന്ന് പടച്ചവനെയും ദീനിനെയും എല്ലാം പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർ പോലും ഒരു വാദപ്രതിവാദത്തിൽ അവർ പറയും, വാദപ്രതിവാദത്തിനില്ല. എന്താ വിഷയം? മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ മരണത്തെ തടയാനാകുമോ? ഈ വിഷയത്തിൽ ഒരാളും സംവാദത്തിലില്ല. കാരണം ആ പറയുന്ന വ്യക്തിയും മരണപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ തർക്കമില്ലാത്ത വിഷയമാണ് മരണം. ഇനി എന്തേ ബാക്കിയുള്ളൂ? മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കിയാൽ ആ വിഷയം മൊത്തം അവിടെ കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? ഒന്നുമില്ലാതെ മറ്റ് ജീവജാലങ്ങളെപ്പോലെ മനുഷ്യനും ഈ ലോകത്ത് വെച്ച് വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? കാരണം അവൻ ആരായിരുന്നു? അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംന, സ്രവിക്കപ്പെടുന്ന ശുക്രത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ അവൻ? വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇങ്ങനെയൊന്നുമല്ല സംഭവം, അത് അന്നത്തെ കാലത്ത് എഴുതി വെച്ചതാണെന്ന്? ഇല്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിരുന്നില്ല അത്. 2025 സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കൊടുത്ത വഹിയായിരുന്നു അത്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന എന്നതിന് ശേഷം സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ, പിന്നീട് അവൻ ഒരു ഭ്രൂണമായി. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഫജഅല മിൻഹു സൗജൈനി الذكر والانثى, അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ. ഒരു പ്രദേശത്ത് മൊത്തം പുരുഷന്മാർ മാത്രമായാൽ, മൊത്തം സ്ത്രീകൾ മാത്രമായാൽ നമുക്കതിനൊന്നും മറുപടിയില്ല. ആണ് പെണ്ണ് ആര് തീരുമാനിക്കുന്നു?
അങ്ങനെ ഇണകളായി ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇതിലേതെങ്കിലും ഒന്നിനെ ചോദ്യം ചെയ്യാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. എന്നിട്ട് ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കിയ കാര്യം വിശദീകരിച്ചതിന് ശേഷം റബ്ബ് ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അങ്ങനെയുള്ളവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? പറ. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും എവിടെയായിരുന്നു? ആരും ഇല്ലല്ലോ. ആ ഇല്ലാത്ത നമ്മൾ ഇപ്പോഴാ ഈ പള്ളിയിൽ ഇരിക്കുന്നു. ആരുണ്ടാക്കി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാതാപിതാക്കൾ എന്നില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര ദമ്പതികളാണ് ആശുപത്രി പടികൾ കയറി ഇറങ്ങുന്നത്? സാധ്യമല്ല. ഒരു കുഞ്ഞ് ജനിക്കാനുള്ള കാരണക്കാരൻ മാത്രമാണ് മാതാവും പിതാവും. സൃഷ്ടിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമ്മളാണോ നമ്മുടെ കുട്ടിക്ക് കിഡ്നി കൊടുത്തത്? എന്റെ കുട്ടിക്ക് കണ്ണു വെക്കാൻ സമയമായി, ഞാനൊന്ന് ബാംഗ്ലൂരിൽ പോയി വരട്ടെ, ഞാനൊന്ന് ജർമ്മനിയിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കണ്ണിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ഇതെല്ലാം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സുപ്രധാനമായ സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശമാണ് മരണാനന്തര ജീവിതം. കാരണം ഫാത്തിഹ ഇല്ലെങ്കിൽ റക്അത്ത് ഇല്ലല്ലോ. ഫാത്തിഹ ഇല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ ഭാഗം ഓതാതൊരു നമസ്കാരമില്ലല്ലോ. എങ്കിൽ ആ ഫാത്തിഹ സൂറത്തിൽ തുടക്കത്തിൽ തന്നെ ബിസ്മി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അൽഹംദുലില്ലാഹ്ക്ക് 4 കാരണമുണ്ട്. അതിൽ 4ാമത്തെ കാരണം മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാകുന്നു അവൻ. ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാകുന്നു. അഥവാ മരണാനന്തരം ജീവിതം നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്. ഒപ്പം 4ാമത്തെ കാരണം അൽഹംദുലില്ലക്ക് കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല മാലിക്കി യൗമിദ്ദീൻ ആകുന്നു, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാകുന്നു. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയേണ്ട വിഷയമാണോ പരലോകം? നമുക്കൊരു കുഞ്ഞുണ്ടായി, അൽഹംദുലില്ലാ നമ്മൾ പറയും. നമുക്കൊരു നല്ല വാഹനം കിട്ടി, അൽഹംദുലില്ലാ നമ്മൾ പറയും. നമ്മുടെ മോനോ മോൾക്കോ നല്ലൊരു വിജയം കിട്ടി, നമ്മൾ അൽഹംദുലില്ലാ പറയും. ഒരു ജോലി കിട്ടി, അൽഹംദുലില്ലാ പറയും. അതേപോലെ അൽഹംദുലില്ലാ പറയേണ്ട വിഷയമാണോ പരലോകം? ചിന്തിച്ചാൽ എല്ലാവരും ഒന്ന് നേരിരുന്നേ. ഈ ചാരിയിരിക്കുന്നതൊക്കെ ഈ ഊരവേദനയുള്ള ആൾക്കാർ, മൊബൈൽ എടുക്കാൻ പാടില്ല ജുമാന്റെ സമയത്ത്. എല്ലാവരും നേരെ ഇരിക്കുക. ഒന്ന് മുന്നോട്ടിരുന്നോളൂ. മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണിത്. അഥവാ ജുമയുടെ സന്ദർഭത്തിൽ മലക്കുകൾ വരുന്നു, നമുക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സുപ്രധാനമായ ഒരു ഇബാദത്താണ്. എത്ര ജുമ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഒരു പക്ഷേ അവസാനത്തെ ജുമയാകാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എങ്ങനെ റബ്ബിനെ പരിഗണിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ റബ്ബ് ഇങ്ങോട്ട് പരിഗണിക്കുക. നമ്മൾ പടച്ചോനെ എങ്ങനെയാ പരിഗണിക്കുന്നത്? വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോയില്ലേ, മോശല്ലേ എന്ന് വിചാരിച്ച് പള്ളിയിൽ പോയി അതിന്റെ കൂലി കിട്ടും. മറിച്ച് നമ്മൾ ഒരു ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും പള്ളിയിൽ പോവാൻ, പക്ഷെ പറ്റൂല, ബാങ്ക് കേൾക്കാനേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തൃപ്തികരമായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്ത് ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കണം. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം പ്രയാസമുണ്ട്, അത് പറയാൻ നോക്കിയാൽ തീരൂല. നമ്മുടെ പ്രയാസം ഒന്നായിട്ട് ഒരു കടലാസിൽ എഴുതി, എന്നിട്ട് ഇപ്പുറത്ത് ഒരു തുലാസും കൊണ്ടുവച്ചു. ഇത് സംഭവിക്കും, പ്രയാസങ്ങളുടെ തുലാസ് താഴോട്ട് പോകും, നമ്മുടെ ശരീരം വെച്ച തുലാസ് മുകളിലോട്ട് പോകും. എന്നാൽ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഭാരത്തേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ പ്രയാസങ്ങളുടെ ഭാരം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബ്തലീഹി, നാം അവളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ജീവിതം നിശ്ചയിച്ചത്. ജീവിതം പരീക്ഷണമാണ്. മുസ്ലിങ്ങൾ പോട്ടെ, പുറത്തിറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട മറ്റു മതക്കാരോട് ചോദിച്ചു നോക്കൂ, അവരും പറയും ഇത് പറഞ്ഞത് ശരിയാണ്, ജീവിത പരീക്ഷണം തന്നെയാണ്, വല്ലാത്തൊരു പരീക്ഷണമാണ് കേട്ടോ. ഖുർആൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരണം.
ഒരു LKG ക്ലാസ്സിൽ പോലും സ്വാഭാവികതയല്ലേ ഒരു പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരണമെന്നത്. എങ്കിൽ ജീവിതമാകുന്ന പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വട്ടപ്പൂജ്യം എന്നാ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള മാനസിക പ്രയാസം അനുഭവിച്ചവർക്ക് എന്ത് നീതി? ഇവിടെ കണ്ണ് കാണാത്തവർക്ക് എന്ത് നീതി? ഇഷ്ടം പോലെ പണമുണ്ട്, പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല, അനന്തരാവകാശം കിട്ടിയതാ, അങ്ങനെ ജീവിക്കുന്നു. പടച്ചോനെ, ഞാൻ ഒരു ദിവസം വൈകുന്നേരം ബുദ്ധിമുട്ടാവും. ഇവർ രണ്ടിൽ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും നീതിയാണ് പരലോകം, എല്ലാറ്റിന്റെയും പരിഹാരമാണ് പരലോകം. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഒരു പ്രയാസവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുന്ന കുടുംബക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരാശ്വാസം, അവര് കുടുംബല്ലേ, അവരെ ഭാഗത്തുനിന്ന് കല്ലേറ് വന്നത് ആ ചെറിയ കുട്ടികളെ അയച്ചിട്ട് കല്ലെറിയിപ്പിക്കാണ്. പടച്ചോൻ മലക്കിനെ അയച്ചു. അള്ളാന്റെ റസൂലെ ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ ശിക്ഷ, ഈ സമയത്ത് ശിക്ഷ. റസൂൽ പറഞ്ഞു, വേണ്ട, ഇവരെ അടുത്ത തലമുറയിൽ നല്ലവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു മോഫുർലി കൗമിന്റെ കൗമിന് പുറത്തു കൊടുക്കണേ. അതെന്താ പറയാൻ കാരണം? മാലികി യൗമിദ്ദീൻ, പടച്ചോനെ ഇവരും പരലോകത്ത് വരും, ഞാനും പരലോകത്ത് വരും. അപ്പൊ ഇവര് നരകത്ത് കിടക്കുന്നു. ഇവർക്ക് നരകത്തെ കുറിച്ച് അറിയാത്തോണ്ടല്ലേ ഒരു കല്ലെറിയുന്നത്, അവരറിയാത്തോണ്ടല്ലേ. നോക്കൂ, ഏത് വിഷയം വന്നാലും, ഒരു പ്രശ്നം വന്നു, അടുത്ത കുട്ടിക്ക് രോഗം, അത് കഴിഞ്ഞ് അടുത്ത കുട്ടി, അപ്പോഴേക്ക് വേറൊരു പരീക്ഷണം, ഇപ്പോഴേക്ക് വേറൊരു പരീക്ഷണം. നിസ്കരിച്ചിട്ട് കാര്യമില്ല. എന്താ നിസ്കരിച്ചിട്ട് കാര്യം? ഒക്കെ ചെയ്യുന്ന എനിക്കതെല്ലാം കൂടി വന്നത്. ഒരു വിവരവും ഇല്ലാത്തവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാചകന്മാരാണ്. അത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഞാനും നിങ്ങളും അത്ര പരീക്ഷണം നേരിടൂല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാചകൻ. അപ്പൊ നമ്മൾ എന്ത് പറയേണ്ടി വരും? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് നഊദു ബില്ലാഹ് പ്രവാചകന്മാരാന്ന് പറയേണ്ടി വരില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പട്ടിണി നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. പച്ചയില തിന്നുന്നുള്ള കഥയല്ല സഹോദരന്മാരെ, ഉള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. ഇപ്പോഴത്തെ ഈ ജീവിതത്തിനും അർത്ഥമുണ്ട്. കാരണം ഈ അവസ്ഥയിൽ ഒന്നാമത് സൃഷ്ടിച്ചവന് രണ്ടാമത് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം, സമയം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിനും ഒരു മരണമുണ്ട്, ഓരോ വ്യക്തിക്കും മരണമുണ്ട്, ഈ ലോകത്തിനൊരു സമാപനമുണ്ട്. അത് ശാസ്ത്രവും പറയുന്നു. ശാസ്ത്രം പറയും നമ്മൾ വിഷയമായിട്ടല്ല. ഇതൊക്കെ നിഷേധിക്കുന്നവരും പറയും ലോകം തകരും. ലോകം മൊത്തം തകരും. തകർന്നിട്ട് വട്ടപൂജ്യമല്ല, മറിച്ച് ഇതെല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് ബുദ്ധിയും കഴിവും നന്മ തിന്മകൾ വേർതിരിക്കാനുള്ള കഴിവും എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ കത്തിജ്വലിക്കുന്ന സൂര്യനുള്ളത് കൊണ്ടാ ഇവിടെ AC ഇട്ടത്, അല്ലെ AC ഇടൂല. ആ സൂര്യന് 13.5 ലക്ഷം ഭൂമികൾ ആ സൂര്യന് കൊള്ളും. ആ സൂര്യനെ സൃഷ്ടിച്ച പടച്ചോനെ നരകണ്ട് എന്ന് പറഞ്ഞത് നിഷേധിക്കാനെന്ത് ന്യായം? അതുകൊണ്ട് തീരെ ചിന്തിക്കാത്ത പഠിക്കാത്ത ആൾക്കാരാ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ സംശയം പ്രകടിപ്പിക്കുക. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരിക്കും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഖബറിൽ പോവും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഉയർത്തെഴുന്നേൽക്കും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിചാരണ നടക്കും, എല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. ആ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഈ മാലിക് യൗമിദ്ദീൻ എന്നത് അവസാനിപ്പിച്ച ഉടനെ ഫാത്തിഹയിൽ അടുത്ത ഭാഗം തുടങ്ങുന്നു. എന്താണ്? ആ പരലോകം നിശ്ചയിച്ച റബ്ബിനാണ് സ്തുതി. പിന്നെ അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ റബ്ബാണ്, അവൻ മാലിക് യൗമിദ്ദീൻ. അതങ്ങോട്ട് വിട്ടു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടും. അപ്പൊ നേരിട്ടായി പിന്നെ വർത്താനം. പടച്ചോനെ, എന്റെ റബ്ബാണ് നീ, ഈ കരുണയുടെ കടലാണ് നീ, പരലോകത്തെ നിശ്ചയിച്ചവനാണ് നീ. അതുകൊണ്ട് ഞാനിതാ പറയുന്നു, അങ്ങനെയുള്ള നിനക്കാണ് എന്റെ ഇബാദത്തുകൾ മുഴുവൻ, എന്റെ സഹായത്തേട്ടം മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് മാത്രമാണ്. അതാണ് മലയാള പരിഭാഷ എഴുതിയപ്പം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് മലയാള പരിഭാഷയിൽ എഴുതിയ കാര്യം അതാണ്.
ഇത് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കാര്യമാണ്. എൻ്റെ അടിമക്ക് മാ സഅലക്, അവൻ ചോദിച്ചതുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ മായം കലർത്തുന്നുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം? ആ പ്രതിജ്ഞ പറഞ്ഞ വ്യക്തിക്കും പടച്ചോനും അറിയാം. അതിൽ മായം കലർത്തിയില്ലെങ്കിൽ എന്താണോ അവൻ ചോദിച്ചത് അതവന് നൽകും. അത് പറയുമ്പോ ഉടൻ നമ്മുടെ ചോദ്യം, വിശ്വാസികളുടെ ചോദ്യം, പടച്ചോനെ എന്ത് ചോദിച്ചാലും തരാന്നല്ല പറഞ്ഞത്, എങ്കിൽ എന്റെ മോളെ കെട്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിച്ചു തരണേ. എന്റെ ജോലിന്റെ ഒരു പ്രശ്നമുണ്ട്, കടത്തിന്റെ അതൊന്നും അല്ല പറയുന്നത്. ഒരൊറ്റ ആവശ്യമുള്ളൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ആവശ്യതാണ്. ഹിദായത്ത് അങ്ങോട്ട് കിട്ടി, എയ്ഡ്സും ബാധിച്ചു, ഒരു പ്രശ്നവുമില്ല. എയ്ഡ്സ് പ്രശ്നമില്ല എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നമ്മൾ വെറുത്താലും, ഒരു ഉദാഹരണം പറയും, നിങ്ങൾക്ക് എയ്ഡ്സ് തരും ഹിദായത്തും തരും, രണ്ട് കൈയും നീട്ടി ഹിദായത്ത് സ്വീകരിക്കാം. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ദുനിയാവിൽ വിചാരിച്ചതൊക്കെ തരും, പക്ഷെ ഹിദായത്ത് തരൂല. എങ്കിൽ ഒന്നാമത്തെ തിരഞ്ഞെടുക്കണം. കാരണം എന്താ അറിയോ? ഏത് എയ്ഡ്സ് വായിച്ചാലും മരണം വരെയല്ലേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതമാണ് പ്രധാനം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉണർച്ചയുള്ള സന്ദർഭങ്ങളിലെല്ലാം, ഉണർച്ചയുള്ള ബോധമുള്ള സന്ദർഭത്തിലെല്ലാം ഞാനിപ്പോൾ ഹിദായത്തിലാണോ, ഹിദായത്തിന്റെ മാർഗത്തിലാണോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാനേ പാടില്ല. കാരണം ആ ഹിദായത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ്. ആ ഹിദായത്തിന്റെ മർമ്മമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാവിധി അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നത്. ഫാത്തിഹയിൽ തന്നെ വന്ന ആ ഒരൊറ്റ ഭാഗം എടുക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാണ്, പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. റബ്ബിന്റെ മറ്റൊരു വിശേഷണമാണ് അൽ വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവൻ. എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ജുമുഅ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന 10,000-കണക്കിന് മുസ്ലിമീങ്ങളോട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ പലരും ഉമ്മയുടെ പേര് പറയും, ഉപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ പേര് പറയും, അല്ലേ? എന്നാൽ അത് തെറ്റായ ഉത്തരമാണ്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഉമ്മയല്ല, ഉപ്പയല്ല, ഭാര്യയോ ഭർത്താവോ അല്ല. ലോകത്ത് ലഭ്യമായ ഏറ്റവും നല്ല സംവിധാനത്തോടു കൂടിയുള്ള ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു മൊബൈൽ ഒരാൾ നമുക്ക് തന്നു. എൻ്റെ ഒരൊറ്റ ചോദ്യം, ആ മൊബൈലിനോടാണോ ഇഷ്ടം, മൊബൈൽ തന്ന ആളോടാണോ ഇഷ്ടം? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയോടാണോ, ആ പ്രിയപ്പെട്ട ഉമ്മയെ സൃഷ്ടിച്ച് ഉമ്മയെ നമുക്ക് നൽകിയവനാണോ? അതാണ് അൽ വദൂദ്. ഏറ്റവും സ്നേഹിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി നമ്മുടെ ജില്ലയിൽ ആത്മഹത്യ ചെയ്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ വിവരത്തിന്റെ കുറവാണ്. ആരെന്നെ അവഗണിച്ചാലും, എനിക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഒരു പടച്ചോൻ, അവനാണ് എൻ്റെ സ്രഷ്ടാവ്, അവനാണ് എൻ്റെ റബ്ബ്, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതോടുകൂടി ഒരു മനുഷ്യൻ, സഹോദരന്മാരെ, ഫ്രീ ആവുകയാണ്. സർവ ടെൻഷനുകളിൽ നിന്നും ആ വ്യക്തി മോചിതമാവുകയാണ്. എന്തൊക്കെ പ്രശ്നം, കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിക്കുണ്ടെങ്കിലും അവനത് പ്രശ്നമില്ല. കാരണം എല്ലാം തവക്കുലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം, നമ്മുടെ കുടുംബം എത്തണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് മുഹമ്മദ് നബിയെ അങ്ങ് പറയണം. എന്താ വാചകം? സ്വന്തം ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചു. നമ്മളൊരു കളവ് പറഞ്ഞാൽ, നമ്മളൊരു വ്യഭിചരിച്ചാൽ, നമ്മൾ മദ്യപിച്ചാൽ, നമ്മൾ തിന്മ ചെയ്താൽ ഞാൻ എന്നെ ആക്രമിക്കുന്നു, നമ്മൾ ഓരോരുത്തരും നമ്മളെ ആക്രമിക്കും. അത് അക്രമം. അങ്ങനെ അക്രമം ചെയ്തു പോയ ആൾക്കാരോട് നബി ഒരു കാര്യം പറഞ്ഞേക്ക്. എന്താ കാര്യം എന്നറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പടച്ചോന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ട. സ്വന്തം മക്കളെ ജീവനോടുകൂടി കുഴിച്ചുകൂടിയ മനുഷ്യന്മാരാണ് അവര്. ചെറിയ കാര്യത്തിൽ യുദ്ധം ചെയ്ത ആൾക്കാരെ ഞങ്ങൾക്ക് ഇനി നന്നാവേ
എന്ന് ചിന്തിച്ച ആ കാട്ടറബികളോട് പറ, നീ കൊന്നവരുടെ എണ്ണം നിനക്കറിയില്ലെങ്കിലും, നീ വ്യഭിചരിച്ചവരുടെ എണ്ണം നിനക്കറിയില്ലെങ്കിലും, നീ ഇത്രയും കാലം പറ്റ ചെറ്റയായി ജീവിച്ചവനാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശരാകരുത്. അടുത്ത വാചകം, അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു. വല്ലാത്തൊരു പദാണത്. എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചോൻ പുറത്തുവരും. അവൻ ഗഫൂറുർ റഹീമാണ്. ഇതിനൊരു പടച്ചോൻ നമുക്കില്ല സഹോദരങ്ങളെ, ഇതിനൊരു പടച്ചോൻ നമുക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് പ്രതീക്ഷയാണ്. നമ്മുടെ പാപമൊക്കെ പടച്ചോൻ പുറത്തുവരും. അങ്ങനെ ഒരായത്ത് നമ്മളെ പഠിപ്പിച്ചിട്ട് ഇനിയും നമ്മൾ ജുമ കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്യാൻ പോയാൽ നമ്മളെ നരകത്തിലിടുന്നത് എന്ത് അനീതിയുള്ളത്? എന്ത് അനീതിയുള്ളത്? പടച്ചോൻ എന്ത് അനീതിയാ ചെയ്യും നമ്മളോട്? ഇതൊക്കെ നമുക്ക് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. ഈ കുറച്ച് സുബൈക്ക് മുമ്പാട്ട് എണീക്കാൻ തുടങ്ങും. എല്ലാവരും ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച് ഒന്ന് കൈ ഇങ്ങോട്ട് ഉയർത്ത്, ഞാൻ അങ്ങോട്ട് പുറത്തുവരും. സുബൈക്ക് അങ്ങോട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങും. നന്നാവും. ഉമ്മാനെ നന്നായി നോക്ക്. തെറ്റ് കുറെ ചെയ്തു പോയ കുറെ നന്മ അങ്ങോട്ട് ചെയ്യും. ഈ അങ്ങോട്ട് ഉഷാറാവും. പടച്ചോൻ പറയാണ്, എന്നാ സ്വർഗം കണ്ടു തരാം, കഴിഞ്ഞൊക്കെ പുറത്തുതരാം. ഇങ്ങനെ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, വ്യഭിചരിക്കും, കള്ളുകുടിച്ചും, പിന്നെ ഈ സമൂഹത്തിൽ ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അവനെ പടച്ചോനെ നരകത്തിലല്ലാതെ എവിടെയിടും? അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ യഥാവിധി അറിയണം. ഇനി അടുത്തൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് ഒരു കാര്യം പറയാൻ ഇടക്കാള് വേണം. നമ്മുടെ നാട്ടിലൊക്കെ തൊട്ടു മുമ്പുള്ള തലമുറയിൽ ഏകദേശം എപ്പോഴും അങ്ങനെ തന്നെ. ഉമ്മ ഉപ്പ വെച്ച് നോക്കിയാൽ ഏറ്റവും സ്നേഹം ഉമ്മാനോടായിരിക്കും. കുട്ടികളൊക്കെ ഈ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷനൊക്കെ പോകാൻ വേണ്ടി ഒരു 1000 റുപ്യ 2000 റുപ്യ വേണമെങ്കിൽ ചിലപ്പോൾ ഉപ്പാനോട് ചോദിക്കാൻ ഒരു പേടി മടിയൊക്കെ. ഉമ്മ ഒന്ന് മണിച്ചിട്ട് ഉമ്മ ഒന്ന് വാപ്പനോട് പറഞ്ഞിട്ട് ഒരു 3000 റുപ്യ ഒന്ന് വാങ്ങിത്തരി. ഉമ്മ വല്ല പോയി വാപ്പനോട് പറഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കും. ഇനി എൻ്റെ ചോദ്യം, ഉമ്മാന്റെ കയ്യിൽ നമുക്ക് തരാനുള്ള ഒരു 3000 റുപ്യ അത് എടുക്കുക തന്നെ. അക്രമല്ല, ഉമ്മാന്റെ പൈസ എടുക്കുക. അത് സ്നേഹം കൊണ്ടുള്ള അവകാശം. എൻ്റെ ഉമ്മാന്റെ പൈസ എടുക്കാൻ ആരെടുത്തിട്ടമ്മ? ആരോട് വയ്ക്കാനാ? ശരി, ആ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പടച്ചവനോട് റബ്ബേ, ഒരാൾ ഗൾഫിൽ പോകുമ്പോ ആ ഗൾഫ് യാത്ര ശരിയാകാൻ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പടച്ചവനോട് ഒരു കാര്യം പറയാൻ ഇടക്ക് ആള് വേണോ? നമ്മൾ ഹജ്ജിന് പോകുമ്പോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവന്റെ അടുത്തല്ല ഒരു കഴിവും ഒരു ശക്തിയും റബ്ബല്ലാത്ത ഒരാളെടുത്തുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ആ റബ്ബിന്റെ ആലയത്തിലേക്ക്, കഅബാലയത്തിലേക്കാ പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോ ആ വണ്ടി കുഞ്ഞിപ്പള്ളി നിർത്തുന്നുവെങ്കിൽ, മറ്റൊരു ജാറത്തിൽ നിർത്തുന്നുവെങ്കിൽ, പെരിങ്ങത്തൂരിൽ നിർത്തുന്നുവെങ്കിൽ എന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? ഇവന്റെ യാത്ര നിയന്ത്രിക്കാൻ ആ ഖബറിൽ മരിച്ചെടുക്കുന്നവർക്ക് കഴിയുന്നല്ലേ? ഖബർ സിയാറത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച സുപ്രധാനമായ ഒരു കർമ്മമാണ്. ഖബർ സിയാറത്ത് സുന്നത്താണ്. ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിന്റെ അടുത്ത് പോകണം. ഖബറാളികളെ കാണുമ്പോ, ഖബർ കാണുമ്പോ നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർക്കാൻ ഖബറിന്റെ അടുത്ത് പോകണം. എന്നാൽ ക്രൈസ്തവ യഹൂദ സമൂഹം ശപിക്കപ്പെടാൻ കാരണമായ ഒരു ഖബർ സിയാറത്ത് അവർ കൊണ്ടുവന്നു. അതെന്താ? ഖബർ പൂജ. ഖബറിന്റെ അടുത്ത് പോയി നിലവിളക്ക് വെക്കുക, ഖബറാളികളോട് പ്രാർത്ഥിക്കുക. അത് നമുക്ക് പാടില്ലെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷത്തിന്റെ, ഉത്സവത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത്. ഉത്സവം എന്നതിന്റെ ഉറുദു എന്താണ്? ആഘോഷം എന്ന മലയാള പദത്തിന്റെ ഉറുദു എന്താണ്? ഉറൂസ്. എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്, എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്. അപ്പോൾ ഖബർ പൊരിക്കച്ചവടത്തിന്റെയും യന്ത്രൂഞ്ഞാലിന്റെയും സ്ഥലമല്ല, ഖബർ കണ്ണീര് വരേണ്ട സ്ഥലമാണ്. കണ്ണീര് വരേണ്ട സ്ഥലത്തെ ആഘോഷമാക്കി മാറ്റുന്നു സഹോദരങ്ങളെ മുസ്ലിം സമൂഹം. നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെ പരിഹസിക്കരുത്, അവരെ ചീത്ത പറയരുത്. അവർക്കറിയില്ല
എന്റെ ആരംഭ റസൂലിന്റെ വസിയത്താണ് ഖബറിനെ ആരാധനാ സ്ഥലമാക്കി മാറ്റിയത്. അവർക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിന്റെ അടുത്ത് പോയി ഖബറാളിയോട് വിഷമം പറയാൻ, ആ ഖബറിന്റെ അടുത്തേക്ക് പണം വലിച്ചെറിയാൻ കാരണം റബ്ബ് അൽ വദൂദാണ്, അർ റഹീമാണ്, അൽ ഗഫൂറാണ്. ഈ വിശേഷണങ്ങളൊന്നും യഥാവിധി അറിയാത്തത് കൊണ്ടാണ്. ആ വിശേഷണങ്ങൾ നമ്മൾ എത്ര അറിയുന്നുവോ അത്രയും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും, നമുക്ക് സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും. എന്നാലോ റബ്ബിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേർന്നാൽ റബ്ബിന് മാത്രം കൊടുക്കേണ്ട വിശേഷണം ഖുൽ ഹുവല്ലാഹു അഹദ്. ചില ആളുകള് ഖുൽ ഹുവല്ലാഹു അഹദൊക്കെ നിസ്കാരത്തിൽ പെട്ടെന്ന് ഓതി തീർക്കുന്ന ഒരു സൂറത്തായിട്ടാണ് കാണല്. വിശുദ്ധ ഖുർആന് പറയാനുള്ള 1/3 അതിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം ആയത്തുകളിലെ 1/3 ഈ ഒരു സൂറത്തിലുണ്ട്. തുടക്കം എന്താ? ഖുൽ, മുഹമ്മദ് നബിയെ പറഞ്ഞേക്കണം, ഹുവല്ലാഹു അഹദ്. കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. അവന്റെ ഗുണങ്ങളിൽ, അവന്റെ സത്തയിൽ, എല്ലാറ്റിലും അവൻ ഏകനാകുന്നു. അപ്പൊ നോക്കൂ, അവന്റെ ഗുണങ്ങളാണ് സമീഉ, അവന്റെ പ്രത്യേകതയാണ് സമീഉ, എല്ലാം കേൾക്കുന്നവൻ. അപ്പൊ എല്ലാം കേൾക്കുക എന്ന വിഷയത്തിൽ റബ്ബഹദ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രം, എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രം, എല്ലാം അറിയുന്നവൻ റബ്ബ് മാത്രം, എല്ലാം കാണുന്നവൻ റബ്ബ് മാത്രം. ഇനി ഒരൊറ്റ ചോദ്യം, ഈ ജുമഅക്ക് വന്നത് മൂലം നമുക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമാകാവുന്ന ചോദ്യം. ആ ചോദ്യം എന്താണെന്നറിയാമോ? ഈ പ്രദേശത്ത് വെച്ച്, ചെമ്പാട് പ്രദേശത്ത് വെച്ച് ഒരാൾ ബദരീങ്ങളെ എന്ന് വിളിക്കണമെങ്കിൽ, എന്റെ ചോദ്യം വ്യക്താണേ, ബദരീങ്ങളെ എന്ന് വിളിക്കണമെങ്കിൽ ബദരീങ്ങൾ കേൾക്കും എന്ന വിശ്വാസമില്ലാതെ വിളിക്കാൻ പറ്റുമോ? കേൾക്കൊന്നുമില്ല. ഞാൻ പിന്നെ വീണപ്പോ കുട്ടി കിണറ്റിൽ വെറുതെ അങ്ങോട്ട് വിളിച്ചാണ് ബദരീങ്ങൾ ആരെങ്കിലും പറയോ? ഉറപ്പാണ് കേൾക്കും. ബദരീങ്ങൾ ആരാ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളുമാണ് ബദരീങ്ങൾ എന്ന് പറയും. ആ കുട്ടിയോടൊന്ന് മുന്നോട്ടിരിക്കും, മുന്നോട്ട് മക്കളെ, മുന്നോട്ടിരിക്കും. അപ്പോ ബദരീങ്ങൾ എന്ന് പറയുന്നത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തുമാണ്. അപ്പൊ അവര് കേൾക്കാതെ അവരെ വിളിക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് വേണം? ആദ്യം ഒരു കാര്യം സമ്മതിക്കണം, ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ എല്ലാം കേൾക്കുക എന്നുള്ള വിശേഷണം ബദരീങ്ങൾക്കുണ്ട്. പിന്നെ കുറച്ച് അത് മൊയ്തീൻ ഷെയ്നുണ്ട്. ബാഗ്ദാദിൽ മരിച്ചെടുക്കുന്ന മൊയ്തീൻ ഷെയ്ൻ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് പൊട്ടി. അപ്പൊ അടുത്ത പ്രശ്നം അപ്പം വരും. നിങ്ങൾ ബദരീങ്ങളെ തള്ളി പറയല്ലേ? ബദരീങ്ങളെ തള്ളി പറഞ്ഞാൽ അവർ നരകത്തിലാണ്. കാരണം ബദരീങ്ങളുടെ നേതാവാരാ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് പഠിപ്പിച്ചത്. റസൂലുള്ളയാണ് അൽ ഗഫൂർ എന്ന വിശേഷണം പഠിപ്പിച്ചത്. അവിടുന്നാണ് അൽ വദൂദ് എന്ന വിശേഷണം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് കൊടുത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞാൽ പറ്റുന്ന ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഈ വിഷയത്തിലാണ് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ തകരാറ് പറ്റിയത്. അതില്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അടുത്ത് ചോദിക്കന്നെ വേണ്ട. നീ മാത്രമാണ് പ്രാർത്ഥനക്ക്, ഇബാദത്തിന്, ഇബാദത്തുമായി ബന്ധപ്പെട്ട സർവ്വ സംഗതികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് അർഹൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഹിദായത്ത് തരണേ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തകരാറ് പറ്റരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിർബന്ധ ബുദ്ധി അതാണ് വേണ്ടത്. അതിലെനിക്ക് തകരാറ് പറ്റരുത്, റബ്ബിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പഴയ ആളുകളാകണം. നമ്മൾ പഴയ ആളുകളാകണം. ഏത് പഴയ? നമ്മൾ ഇങ്ങനെ പോയിട്ട് മദീന പള്ളിയിൽ എത്തണം, മക്കത്തൊക്കെ എത്തണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണോ വിശ്വാസം, ആ വിശ്വാസമേ എന്നിൽ ഉണ്ടാകാൻ പറ്റൂ. ഒരു പുത്തൻ വാദവും നമ്മുടെ ജീവിതത്തിൽ വരാനേ പാടില്ല. നമ്മൾ പഴയ ആളുകളാകണം. പഴയതെന്താ? വിശുദ്ധ ഖുർആനിലുള്ള ഏറ്റവും പഴയ ആളാരാ? ആദം നബി അലൈഹി സ്വലാം. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെ വാപ്പപ്പാര് അങ്ങനെയല്ല ചെയ്തുന്ന. ഏറ്റവും അപ്പുറത്ത് ആദം നബി അല്ലേ എത്തുക. ആദം നബി ആരാ വിളിച്ചത്? റബ്ബനാ ലലംനാ അൻഫുസനാ. ഇബ്രാഹിം നബി ആരാ വിളിച്ചത്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബേ, സ്വാലിഹീങ്ങളിൽ നിന്നൊരു സന്താനത്തെ നൽകണമേ. റസൂലുള്ളാഹി പഠിപ്പിച്ച മുഴുവൻ ദുആയും റബ്ബിനോട്. റസൂലുള്ളാഹി ഒരു ദുആ യൂസുഫ് നബി അലൈഹി സ്വലാം നിർവഹിച്ചോ? മൂസാ നബി അലൈഹി ഇല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാര് വരെ ഈ വലിയ സത്യത്തിൽ നിന്നും തെറ്റിദ്ധരിച്ചും വിവരം കിട്ടാതെയും
അകന്നു പോയി. നമ്മുടെ വീട്ടില് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മൗലിദ് കഴിക്കാന്ന് വിചാരിക്കുക. ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു റബീഉൽ അവ്വൽ വന്നു, ഒരു മൗലിദ് കഴിക്കാന്ന് വിചാരിക്കുക. ആ മൗലിദ് എന്താ ഉള്ളത്? ഏതെടുത്താലും അൻത ഗഫാറുൽ ഖതായ വദുനൂബിൽ മുബിഖാത്തി, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയെ പോയില്ലേ? പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയോ? റസൂൽ പറയാണ്, നിസ്കരിച്ച ഉടനെ നിങ്ങൾ പറഞ്ഞോളി അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പാപു അല്ലാഹുവിനോട് ആവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യണം. റസൂൽ പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി 100 പ്രാവശ്യം. റസൂൽ പറയാണ്, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം, മറ്റേ റിപ്പോർട്ടിൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയും ഒരു ദിവസം. അതിന്റെ അർത്ഥം റസൂലുള്ള 100 തെറ്റ് ചെയ്യുമെന്നല്ല. റസൂൽ ഒരു തെറ്റും ചെയ്യൂല. മുഴുവൻ പാപങ്ങളും റബ്ബ് മുൻകൂട്ടി പൊറുത്തു കൊടുത്ത റസൂലുള്ള പോലും ഒരു ദിവസം 100 അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണം? അള്ളാഹുവിനോട് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളയോട് അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയേ. തീർന്നില്ലേ സഹോദരങ്ങളെ? ഞാൻ ചോദിക്കുന്നു, അൻത ഗഫാറുൽ ഖതായ പറയുന്ന, ഇർതകബത്തു അലൽ ഖതാ പറയുന്ന പാവങ്ങൾക്കറിയുമോ ഇത് റസൂലുള്ളയെ ആരാധിക്കുകയാണെന്ന്? ഇത് റസൂലുള്ളയോട് അവർക്കറിയില്ല. നമ്മളെ വാപ്പകാരണന്മാർ മുമ്പേ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ. ആ പാവങ്ങൾ അങ്ങനെയാ വിചാരിക്കുന്നത്. പക്ഷെ അത് വഴികേടാണ്. ഈ അൻത ഗഫാറുൽ ഖതായും ഇർതകബത്തും എത്ര കൊല്ലായി ഈ ലോകത്ത് വന്നിട്ട്? മൗലിദ് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഈ അടുത്ത നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. റസൂലുള്ള വഫാത്തായി നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എഴുതപ്പെട്ടത് പോലും. അതും പാവപ്പെട്ടവർക്ക് അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹമുണ്ടോ കുടുംബക്കാരോട്? സ്നേഹമുണ്ടോ നമ്മുടെ ബന്ധുക്കളോട്? എങ്കിൽ ഈ സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിലുള്ള ഒന്നും ഇല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അങ്ങനെയൊന്ന് വന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരിൽ ഒന്ന് വന്നാൽ നമ്മുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരങ്ങളെ, നമ്മൾ സാധാരണ ഷെയർ ചെയ്യുക എന്ന് കേൾക്കാറുണ്ട്. ഒരു കച്ചവടം തുടങ്ങുന്നുണ്ട്, ധാരാളം ഷെയറുകാരെ ചേർത്തിട്ടാണ് ആ കച്ചവടം. അതിൻ്റെ കണ്ടീഷൻ നിങ്ങളൊന്ന് ചേരുന്നുണ്ടോ? നമ്മൾ ആ കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിശ്വസ്തരാണെന്നും നമ്മൾ കൊടുക്കുന്ന പണം അത് വഴിയാധാരമാവില്ലെന്നും ഉറപ്പായി നമ്മൾ ഷെയർ ചേരും. അതിന് അറബിയിൽ ഷിർക്ക് എന്നാ പറയാം, ഭാഷയിൽ ഷിർക്ക് പങ്കു ചേർക്കുക എന്നാണ് പറയാം. ഇത് സാങ്കേതികമായി പറഞ്ഞാൽ ഞാനും നിങ്ങളും മദ്രസയിൽ, ഏത് മദ്രസയിൽ പഠിച്ചാലും അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മഹാപാപങ്ങൾ 7 ഒന്ന് അശ്ശിർക്ക് എന്നല്ല, മറിച്ച് മഹാപാപങ്ങൾ 7 ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. അപ്പൊ അല്ലണ്ട് എന്ന് വിശ്വസിക്കാത്തവൻ പങ്കെടുക്കാൻ പറ്റും. ഷിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ തിന്മ. കൊലപാതകമല്ല, വ്യഭിചാരമല്ല, കൊള്ളിവെപ്പല്ല. അല്ലാഹു പറയുന്നു, ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ലദുൽമുൻ, അത് അക്രമം തന്നെയാണ്. അദീം, ഏറ്റവും ഒരൊറ്റ പദത്തിൽ 4 തൗക്കീദ്. ഇന്ന ഷിർക്ക് അല്ല, ലുൽമുൻ അലീം, 4 ഉറപ്പിക്കൽ ഒറ്റ വാചകത്തിൽ. ഷിർക്ക് മാറ്റിവെച്ച ബാക്കിയൊക്കെ ശക്തിപ്പെടുത്താനാണ്. ഏറ്റവും വലിയ തിന്മ പടച്ചോന്റെ വായു ശ്വസിച്ച് പടച്ചോന്റെ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടുമ്പോ പടച്ചോൻ അല്ലാത്തവരെ വിളിക്കുക. ഈ ഓക്സിജനെ സൃഷ്ടിച്ചത് ആരാ? നീ ആരെ വിളിച്ചോ അവർ ഓക്സിജൻ ശ്വസിച്ച ആൾക്കാരാ. അവർ പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് വിട്ട ആൾക്കാരെ ഓരാ നീ വിളിക്കുന്നത്? നീ പോകുന്ന വാഹനത്തിന്റെ മുമ്പിൽ 3 ചിത്രങ്ങളുണ്ട്, 3 മതക്കാർ പ്രതിദാനം ചെയ്യുന്ന 3 ചിത്രങ്ങൾ. ബസ് ആക്സിഡന്റിലേക്ക് പോകുമ്പോ നീ അതിനെ നോക്കി വിളിക്കുന്നു. ആക്സിഡന്റിൽ അത് 3 തകർന്ന് തരിപ്പണമായി പോയി. നീ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു വിഗ്രഹവും ഒരു കുരിശും
ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു ജാറവും തകർന്ന് തരിപ്പണമായി പോയി. സ്വന്തം ചിത്രത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്തവരോടാണോ ഞാനും നിങ്ങൾ വിളിക്കേണ്ടത്? ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ 10 രൂപ കൊടുത്തൊരു മാല അതിന്റെ മുമ്പിൽ ഇട്ടു. ആ മാല വൈകുന്നേരമാകുമ്പോഴേക്ക് ആ മാല വാടുന്നത് തടയാൻ ഇവർക്ക് സാധിക്കുമോ? അവരാണോ നിന്നെ ആക്സിഡന്റ് രക്ഷപ്പെടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ചു. അള്ളാഹു ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. ഒരുത്തരെയും ആരാധിക്കുന്ന പ്രശ്നമില്ല റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലാതെ. അറിയുമോ, വെള്ളിയാഴ്ച ദിവസത്തെ സൂറത്തുൽ കഹ്ഫ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് കിതാബ് നൽകിയ അല്ലാഹുവിന് സ്തുതി. അപ്പൊ റസൂലുള്ളാഹി അടിമ. ഓരോരുത്തർ എന്താ പറയാ? അബ്ദുഹു വ റസൂലുഹു. അള്ളാന്റെ അടിമയും റസൂലും. അള്ളാന്റെ അടിമയാണ് റസൂലുള്ള. വെള്ളിയാഴ്ച വന്നാൽ എന്താ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ധാരാളമായി റസൂലുള്ളാഹിക്ക് വേണ്ടി ദ്വാരക്കുക. സ്വലാത്തല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത് ചെയ്യണേ. മറ്റു മതങ്ങളിൽ മഹാന്മാരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളാഹിക്ക് വേണ്ടി. ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി, ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി, പക്ഷെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പ് ഉപ്പാന്റെ മയ്യത്ത് മുമ്പിലുണ്ട്, ഉമ്മാന്റെ മയ്യത്ത് മുമ്പിലുണ്ട്. നമസ്കാരത്തിന്റെ പേര് മയ്യത്ത് നമസ്കാരം. ഒന്നാമത്തെ തക്ബീർ കെട്ടി പടച്ചോന് സ്തുതി പറഞ്ഞു, സൂറത്തുൽ ഹംദ്, ഫാത്തിഹ. രണ്ടാമത്തെ തക്ബീറിൽ ഈ മയ്യത്ത് നമസ്കരിക്കാൻ പഠിപ്പിച്ച അള്ളാന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥന, സ്വലാത്ത്. മൂന്നാമത്തേന മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന. മയ്യത്ത് മുമ്പിൽ വെച്ചാലും ഈ കിടക്കുന്ന ഉപ്പയേക്കാൾ പടച്ചോനെ എനിക്കിഷ്ടം നിന്റെ റസൂലിനെയാണ്. അതാണ് മയ്യത്ത് നിസ്കാരത്തിൽ പോലും അള്ളാന്റെ റസൂലിന് വേണ്ടി ദ്വാരുന്നത്. പിന്നെ എവിടുന്ന് വന്നു റസൂലെ എന്ന വിളി? എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ചിന്തിക്കേണ്ട വിഷയല്ലേ അത്? വന്നാൽ മുഹമ്മദ് നബിയെ നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകൾ ബാത്തിലായി പോകും. നമുക്ക് ഉച്ച കഴിഞ്ഞ് എല്ലാവർക്കും കൂടി ഒരു വീട്ടിലേക്ക് പോകാനുണ്ടെന്ന് കരുതുക. അവിടെ ബിരിയാണി റെഡി. പക്ഷെ ഒരു വികൃതി കുട്ടി ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ ഒരു മണ്ണെണ്ണ വിളക്കൊരു ഒറ്റേറ് മനുഷ്യന് തിന്നാൻ പറ്റുമോ? നല്ല മസാല, നല്ല ഇറച്ചി ഒക്കെ കരറ്റാ, മനുഷ്യന് തിന്നാൻ പറ്റൂല. നല്ല നോമ്പ്, നല്ല നിസ്കാരം, പാവപ്പെട്ടോലെ വല്ലാണ്ട് സഹായിക്കും. പക്ഷേ ശിർക്കുണ്ട്. അല്ലാത്തവരോട് പ്രാർത്ഥന കഴിഞ്ഞു കഥ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, അമ്പിയാക്കന്മാരുടെ മാർഗം വിടരുത്, ഔലിയാക്കന്മാരുടെ മാർഗം വിടരുത്, സിദ്ദീഖീങ്ങളുടെ മാർഗം വിടരുത്. ആ മാർഗത്തെ നമ്മൾ ഉറക്കെ മുറുക്കി പിടിക്കണം. ഹജ്ജിനും ഉംറക്കും പോകുന്നില്ലേ ആളുകൾ? ചോദിച്ചു നോക്കൂ, ഹജ്ജിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ എന്നൊരു വിളിയുണ്ടോ? ഇസ്മായിൽ നബിയെ എന്നൊരു വിളിയുണ്ടോ? ഹാജറ ബീബി എന്നൊരു വിളിയുണ്ടോ സഫാ മർവയിൽ ഓടുമ്പോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. പിന്നെ എവിടുന്ന് വന്നു പുതിയ വിളികൾ? അതുകൊണ്ട് മുഹൈദ്ദീൻ ഷെയ്ഖിനെ തള്ളിപ്പറയരുത്, ബദരീങ്ങളെ തള്ളിപ്പറയ, ഒക്കെ മഹാന്മാരാണ്. അവരെ വിളിക്കാൻ മുഹൈദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് വൈദാ സഅൽത ഫസ്അലില്ലാ. ഷെയ്ഖ് പറയാണ്, നീ ചോദിക്കണോ പടച്ചവനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ആ ഷെയ്ഖിന്റെ പേരിൽ കുത്തുബിയത്ത് ഉണ്ടാക്കിയിട്ട് 1000 വട്ടം ഷെയ്ഖിനെ വിളിക്കുക. യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഹാലിറു ഹാലിറു, ഈ മജ്ലിസിൽ ഹാലിറു. എടാടുള്ള ഷെയ്ഖിനോട് വേണ്ട വരാൻ, എന്നിട്ട് ഇപ്പൊ വരുമെന്ന് വിശ്വസിക്കുക. ഇതാ മുസ്ലിം സമൂഹത്തിന്റെ ഈ വിശ്വാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പുതിയതൊന്നും വേണ്ട, നമുക്ക് പഴമയിലേക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് പോകണം. ഇതാണ് മർമ്മം. എന്ത് SIR വന്ന് നമുക്ക് പ്രശ്നങ്ങൾ വന്നാലും റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ യോഗ്യരാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പുതിയ വിഷയമാണ് SIR. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുമുണ്ട്. അത് പൗരത്വവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സെക്കൻഡ് സ്റ്റെപ്പ് വരും എന്ന് മനസ്സിലാക്കി നമ്മുടെ കുടുംബം എടുക്കുക. ആ കുടുംബത്തിൽ ഒരാൾ പോലും രേഖകൾ കൃത്യമായി സമർപ്പിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മഹല്ലുകാർ, നമ്മുടെ നാട്ടുകാർ, ജാതിയും അതൊന്നുമില്ല, അത് കൃത്യമായി വ്യക്തമായി ചെയ്യുന്നിടത്ത് വളണ്ടറി വർക്ക് നമ്മൾ ഓരോരുത്തരും പുണ്യകർമ്മം എന്നുള്ളത് ഏറ്റെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല സർവ്വവിധ പരീക്ഷണങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ നേരിടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഒരു മരണം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് പറയുന്ന ഒരു മരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ മരണം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങൾ അന്നം കൊടുത്ത് ഞങ്ങൾ അധ്വാനിച്ചു പോറ്റുന്ന ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, അള്ളാഹുവേ പരലോകത്ത് അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും പലരും ഖബറിലാണ്. അള്ളാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ഖബറാളികളെ നീ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, നീ ശിഫ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് നീ റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠനങ്ങളിൽ അള്ളാഹുവേ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, നിന്റെ റസൂലിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന വിശ്വാസിനികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.